2026 ഓൺലൈൻ ഡ്രസ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങാം, എങ്ങനെ വിൽക്കാം എന്നല്ല. 2026 ഒരു സക്സസ്ഫുൾ ഓൺലൈൻ ഡ്രസ് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര പണം വേണം, മെറ്റാഡ്സ് ചെയ്യണോ, വാട്സപ്പ് മാത്രം മതിയോ, ഷോപ്പിഫൈ വെബ്സൈറ്റ് വേണോ, ഷിപ്പിംഗ് എങ്ങനെ ചെയ്യാം, COD കൊടുക്കണോ, റിട്ടേൺ വന്നാൽ എന്ത് ചെയ്യും, തുടക്കക്കാർ ചെയ്യുന്ന വലിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. 2026 കാരണം പലരും ഡ്രസ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ 6 മാസത്തിൽ തന്നെ നിർത്തുന്നു. കാരണം അവർ ഡ്രസ്സിൻ്റെ ബിസിനസ്സിന് ഒരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും, ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യും, റാൻഡായിട്ട് ആഡ്സ് വർക്ക് ചെയ്യും, സെയിൽസ് വന്നില്ലെങ്കിൽ പറയും ഓൺലൈൻ ബിസിനസ് വർക്ക് ചെയ്യുന്നില്ല. അല്ലേ? ഓൺലൈൻ ബിസിനസ് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല ശരിക്കുള്ളത്, സിസ്റ്റം ഇല്ലാത്ത ബിസിനസ് ചെയ്യുന്നതാണ് വർക്ക് ചെയ്യാതെ. അപ്പോൾ 2026 ഓൺലൈൻ ഡ്രസ് ബിസിനസ് വിജയിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് വേണമെന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ളത് 2026 ഡ്രസ് ബിസിനസ് ഇപ്പോഴും നല്ല ബിസിനസ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ടുള്ളത്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതേ തന്നെയാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ വെറുതെ ഒരു ഡ്രസ്സ് വിറ്റാൽ പോരാ, നിങ്ങളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. കാരണം ഇന്ന് കസ്റ്റമേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ല, നിങ്ങളുടെ ചുറ്റും തന്നെ നോക്കിയറിയാം. നമുക്ക് ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മീഷോ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ അയൽവക്കത്തെ ആൾക്കാർ വരെ ഇന്നിപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തിനാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്നൊരു ചോദ്യം കസ്റ്റമർ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് ബ്രാൻഡ് എന്ന് പറയുക. ബ്രാൻഡ് എന്ന് പറയുന്നത് ലോഗോ അല്ല. ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഉണ്ടാവുക, നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് ഉണ്ടാവുക, കൺസിസ്റ്റൻസി ഉണ്ടാവുക, ക്വാളിറ്റി ഉണ്ടാവുക, ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഇവയൊക്കെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രസ് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഇത് പലരും തെറ്റിക്കാറുണ്ട്. എല്ലാവർക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പലരും ഡ്രസ്സ് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരുപാട് ഡ്രസ്സ് ചുമ്മാ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും വിൽക്കാൻ പോകും. അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറേ ആൾക്കാരിലേക്ക് നമ്മൾ ആ ഡ്രസ്സ് വിൽക്കാൻ പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു നിഷ് ചൂസ് ചെയ്യുക. ഉദാഹരണത്തിന് നമുക്കറിയാം പല ടൈപ്പുള്ള ക്ലോത്ത്സ് ഉണ്ട്. വുമൻസ് വിയർ ഉണ്ട്, കിഡ്സ് വിയർ ഉണ്ട്, ഹിജാബ് ആൻഡ് മോഡസ്റ്റ് വിയർ ഉണ്ട്, പ്ലസ് സൈസ് ഉണ്ട്, മോം ആൻഡ് ബേബി വിയർ, ഓഫീസ് വിയർ, പാർട്ടി വിയർ. അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്യണം. കാരണം നിങ്ങൾ എല്ലാവർക്കും വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് ആരുടെയും ബ്രാൻഡ് ആവില്ല എന്നുള്ളതാണ്. പിന്നെ തുടക്കക്കാർ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് 1, ഒരു 100 പ്രോഡക്റ്റ് കൊണ്ട് തുടങ്ങുന്നു. ശരിക്കും ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനാണത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇൻവെൻറ്ററി കുറേ കൂട്ടുന്നതല്ല കാര്യം. നമുക്ക് ക്യാഷ് ഫ്ലോ അവിടെ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. കാരണം അത് പെട്ടെന്ന് സെയിലായില്ല എന്നുണ്ടെങ്കിൽ അതവിടെ സ്റ്റക്കായിട്ട് കിടക്കും. ശരിക്കും നമുക്കൊരു 10 അല്ലെങ്കിൽ 20 പ്രോഡക്റ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അത് ബെസ്റ്റ് സെല്ലേഴ്സ് മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്കാർ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് ലോഗോ ഉണ്ടാക്കിയിട്ട് ബ്രാൻഡാണെന്ന് കരുതുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ മാത്രമല്ല ബ്രാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ പാക്കേജിങ്, ഫോട്ടോസ്, കസ്റ്റമർ സർവീസ്, ഡെലിവറി എക്സ്പീരിയൻസ്, ഇവയെല്ലാം നമ്മുടെ ബ്രാൻഡാണ്. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ റാൻഡായിട്ട് മെറ്റാഡ്സ് ചെയ്യുന്നത്. അതായത് ചിലർ ബൂസ്റ്റേ പോസ്റ്റ് എന്ന് പറയും. ചുമ്മാ നമ്മളുടെ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു പോസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ബൂസ്റ്റ് ചെയ്യും. ശരിക്കും അങ്ങനെയല്ല മെറ്റാഡ്സ് റൺ ചെയ്യേണ്ടത്. അതിനകത്തൊരു 500 എല്ലാവരും സ്പെൻഡ് ചെയ്യും, പക്ഷേ സെയിൽസ് വരില്ല. ശരിക്കും ബൂസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഒരിക്കലും നല്ലൊരു കസ്റ്റമറിനെ കിട്ടില്ല. ശരിക്കും ഇവിടെ മെറ്റാഡ്സ് വർക്ക് ചെയ്യാത്തതല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ്സ് തെറ്റായിട്ടാണ്. അതായത് ഒരു പ്രൊഫഷണൽ ആഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ വീഡിയോസോ അല്ലെങ്കിൽ ഇമേജസോ രീതിയിൽ നല്ലൊരു ഓഫറൊക്കെ കൊടുത്തിട്ടാണെങ്കിലാണ് നമുക്ക് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മണി വേസ്റ്റ് ആവുന്നുള്ളതാണ് മിസ്റ്റേക്ക്. പലരും നാലാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എല്ലാവരും വാട്സപ്പിനെ മാത്രം ആശ്രയിക്കാന്ന് പറയുന്നത്. അത് വലിയൊരു മിസ്റ്റേക്കാണ്. വാട്സപ്പ് നല്ലതാണ്, നമ്മളുടെ ഏറ്റവും നല്ലൊരു സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് വാട്സപ്പ്. പക്ഷേ അത് ബിസിനസ്സിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വാട്സപ്പിൻ്റെ കൂടെ പ്ലസ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഇത് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കക്കാരുടെ കയ്യിൽ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യാൻ സമയത്ത് എന്തെല്ലാം വേണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശരിക്കേണ്ടത്. ആദ്യം നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിനൊരു പേര് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ആളുകൾ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണം. കാരണം കസ്റ്റമർ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ആളുടെ അടുത്ത് പറയുകയാണ് ഇന്ന ബ്രാൻഡിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് കസ്റ്റമർ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഒറിജിനൽ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ല, ഫേസ്ബുക്ക് പേജാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവും, അല്ലേ? ആ ഫേസ്ബുക്കിൻ്റെ പേഴ്സണൽ പേജിൻ്റെ അണ്ടറിൽ നമ്മളൊരു ഫേസ്ബുക്കിൻ്റെ പേജ് തുടങ്ങണം. ആ പേജിനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ബിസിനസ് വാട്സപ്പ് നമ്പറാണ്. ഈ ബിസിനസ് വാട്സപ്പിനെ നമ്മുടെ ഫേസ്ബുക്ക് പേജായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഈ ബിസിനസ് വാട്സപ്പിലേക്ക് ആൾക്കാർ വരുമ്പോൾ അതിനകത്ത് നമ്മൾ കാറ്റലോഗ്, ഓട്ടോ റിപ്ലൈ, ക്വിക്ക് റിപ്ലൈസ് ഒക്കെ ഇവ സെറ്റപ്പ് ചെയ്ത് വയ്ക്കുക. അത് കുറച്ചും കൂടി കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ നല്ല പ്രൊഡക്റ്റ് ഫോട്ടോസ്.
നിങ്ങളുടെ ഫോട്ടോസ് നല്ലതല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് നല്ലതായാലും സെയിൽസ് വരില്ല. അപ്പോൾ ഇപ്പോൾ AI ഒക്കെ ഉള്ള കാലമാണ്. നിങ്ങൾക്ക് ജെമിനി ChatGPT ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റിൻ്റെ നല്ല നല്ല ഇമേജസ് ഒറിജിനലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഓൺലൈനിൽ ചെയ്യുന്ന സമയത്ത് തുടക്ക സമയത്ത് നമ്മൾ വാട്സപ്പ് വഴിയൊക്കെ ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെലിവറി പാർട്ട്ണറിനെ തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് DTDC എടുക്കാം, അല്ലെങ്കിൽ ഡെലിവറി, ഷിപ്പ് റോക്കറ്റ്, അങ്ങനെ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് പാർട്ട്ണർ തന്നെ വേണം. പിന്നെ നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ശരിക്കും ഒരു റിട്ടേൺ പോളിസി ക്ലിയർ ആയിട്ടുള്ള അതൊരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരാണ്, അവരോട് കറക്റ്റായിട്ട് പറയാം നമ്മൾ എക്സ്ചേഞ്ച് വരുന്നതിന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം, ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെറ്റപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പല തുടക്കക്കാരും ഇഗ്നോർ ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ ഇത് നമ്മുടെ പ്രോഫിറ്റ് നശിപ്പിക്കും എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഷിപ്പിങ്ങിൻ്റെ ചാർജ് നമ്മൾ കേരളത്തിൽ ഈ ഒരു ചാർജ് കേരളത്തിന് പുറത്ത് ഇത്ര എമൗണ്ട് ഓരോ ഏരിയാസ് അനുസരിച്ചിട്ടായിരിക്കും ചാർജസ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ സ്ഥലത്തും ചാർജസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അടുത്തുള്ള ഒരു DTDC സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി വഴി കണക്ട് ചെയ്തിട്ട് എത്രത്തോളം ഏകദേശം നമുക്ക് എത്ര രൂപ വരെയും ഷിപ്പിംഗ് ചാർജ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പലരും കൊടുക്കുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്ന സമയത്ത് ഇത്ര എമൗണ്ടിന് മുകളിൽ പർച്ചേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് ചെയ്യുക. അല്ലെങ്കിൽ കസ്റ്റമർ അത് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ ഷിപ്പിംഗ് ഇത് മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഫ്രീ ഷിപ്പിംഗ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സെയിൽസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റിന് പ്രൈസ് ഇടുക. അതൊക്കെ കുറച്ചും കൂടി സെയിൽസ് കൂട്ടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ടൈം എന്ന് പറയുമ്പോൾ 3 ദിവസം തൊട്ട് 5 ദിവസം വരെ വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കസ്റ്റമറിനോട് ക്ലിയർ ആയിട്ട് തന്നെ പറയാം. പിന്നെ റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് പോളിസി. നമുക്കറിയാം ഈ ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് റിട്ടേൺ തന്നെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് വരും. അപ്പോൾ ഈ റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് പോളിസി വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ ബിസിനസ്സിനകത്ത് ഏകദേശം 30% റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ടും ഇപ്പോൾ എക്സ്ചേഞ്ച് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് സൈസ് ഇഷ്യൂസ് ആയിരിക്കാം, ഫിറ്റിംഗ് ഇഷ്യൂസ് ആണ്, കളർ എക്സ്പെക്ടേഷൻ ആണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ റിട്ടേൺ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡാമേജ് വരും, അല്ലെങ്കിൽ റോങ് പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ COD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില COD ഫേക്ക് ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ ആൻഡ് പോളിസി നിങ്ങൾ എഴുതുക. CODക്ക് അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. നമുക്ക് ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും COD ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ടൈമിനകത്ത് ചിലപ്പോൾ അവരുടെ ഫണ്ട് ഇല്ലായിരിക്കും, അല്ലെങ്കിൽ അവർ ആ ഓർഡർ കോൾ എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് വരും. അതായത് റിട്ടേൺ വരുന്നതിൻ്റെയും എക്സ്ചേഞ്ച് വരുന്നതിൻ്റെയും ഷിപ്പിംഗ് ചാർജ് നമ്മളിൽ നിന്ന് ഈടാക്കേണ്ടി വരും. കസ്റ്റമറിനോട് അത് വാങ്ങിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവരോട് റിട്ടേൺ പോളിസി കറക്റ്റായിട്ട് പറയാം. അതായത് 7 ഡേയ്സിലാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ റിട്ടേൺ നമ്മൾ വിറ്റ പ്രൊഡക്റ്റിന് സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറയാം, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർ റിട്ടേൺ ഷിപ്പിംഗ് പേയ്മെൻറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. മനസ്സിലായി? ഇതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ COD കൊടുക്കണമെന്നുള്ളതാണ്. ക്യാഷ് ഓൺ ഡെലിവറി COD എന്ന് പറയുമ്പോൾ എൻ്റെ ആൻസർ അതേന്ന് പറയുന്നത്, കാരണം 80% ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി തന്നെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് ഫേക്ക് ഓർഡേഴ്സ് വരും, അല്ലെങ്കിൽ ഡെലിവറി റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, റിട്ടേൺ ടു ഒറിജിൻ, അതായത് നമ്മുടെ അടുത്തേക്ക് തന്നെ പ്രൊഡക്റ്റ് തിരിച്ചു വരും, അല്ലെങ്കിൽ അഡ്രസ്സിൻ്റെ ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഡർ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഒന്നെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ കൺഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമർ റിപ്ലൈ ചെയ്താൽ മാത്രം ഷിപ്പ് ചെയ്യാം. നമ്മൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സെയിൽസ് എടുക്കുക എന്നുള്ളതല്ലതാണ് ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സിൻ്റെ മെയിൻ ഉദ്ദേശം. നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ റിട്ടേൺ അയക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഓർഡറിന് ഏകദേശം 50 എക്സ്ട്രാ ചാർജ് ഇടാം, അല്ലെങ്കിൽ 100 രൂപ അഡ്വാൻസ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2026 നിങ്ങൾ പ്രോഡക്റ്റ് നല്ലതായി മാത്രം പോരാ, മാർക്കറ്റിംഗ് വേണം എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി റീൽസ് ഇടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സ്ക്രീൻസ് കസ്റ്റമർ റിവ്യൂസ്, അല്ലെങ്കിൽ സ്റ്റൈലിംഗ് വീഡിയോസ്, പാക്കേജിങ് വീഡിയോസ്, ഇതൊക്കെ നിങ്ങൾ തുടക്ക സമയത്ത് ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമ്മൾ ആളുകൾ അറിഞ്ഞിരിക്കണം, പിന്നെയാണ് അവർ നമ്മളെ വാങ്ങത്തുള്ളൂ. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്സപ്പ് മാർക്കറ്റിംഗ് ആണ്. അതായത് പുതിയ പ്രൊഡക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ അറിയിക്കുക, ഓഫേഴ്സ്, ഫെസ്റ്റിവൽ കളക്ഷൻസ്, കസ്റ്റമർ ഫോളോ അപ്പ്, ബ്രോഡ്കാസ്റ്റ്, അങ്ങനെ വാട്സപ്പിൽ ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബിസിനസ് ഗ്രോ അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതാണ് നമുക്ക് പെയ്ഡ് മാർക്കറ്റിംഗ്. പെയ്ഡ് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റാ ആഡ്സ്. ഈ മെറ്റാ ആഡ്സ് നമ്മളെങ്ങനെ സഹായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു കുർത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 25-45 വയസ്സുള്ള സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടൊക്കെ മെറ്റ ആഡ്സ് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യാം. 200 പെർ ഡേ കൊണ്ട് തുടങ്ങാൻ പറ്റും. മെറ്റ ആഡ്സിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരും. നമ്മുടെ ബ്രാൻഡുകൾ ആൾക്കാരിലേക്ക് കൂടുതലെത്തും. അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് നല്ല രീതിയിൽ കൂടും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഓഡിയൻസ് ആരാന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തും എന്നുള്ളതാണ്. പിന്നെ ഈ ചില ആളുകൾ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് പോവുകയോ അത് നമ്മുടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഒരു വെബ്സൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വീണ്ടും റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല. പിന്നെ അതുപോലെ തന്നെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. ഇതെങ്ങനെയാണ് ഫണൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫേസ്ബുക്കിനകത്തൊരു മെറ്റ ആഡ്സിൻ്റെ ഒരു അഡ്വർടൈസിങ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ മെറ്റ ആഡ്സിന് നമ്മുടെ വാട്സപ്പായിട്ട് കണക്ട് ചെയ്യും. വാട്സപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ആഡ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മളുടെ കസ്റ്റമറായിട്ട് ആ ഒരു ആഡ് കണ്ടിട്ട് കസ്റ്റമർ അതിനകത്ത് വാട്സപ്പ് എൻക്വയറി വഴി നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മൾ കസ്റ്റമറിലൂടെയുള്ള ചാറ്റിലൂടെ നമ്മൾക്ക് ഒരു ഓർഡർ വരുന്നതാണ്. അതായത് ഇതൊരു വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഫണൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് ശരിക്കും ഏറ്റവും ബിഗിനറിന് പറ്റിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴാണ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി സെയിൽ വരുന്നുണ്ട്, വളരെ നല്ലതാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് സെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ എത്ര പേരും നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു പരിധി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്കവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിന് വെളിയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെബ്സൈറ്റ് വേണം. അത് മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ, ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ആളുകളിൽ കൂടുതൽ എത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നതും വെബ്സൈറ്റ് തന്നെയാണ്. അതിനകത്ത് വെബ്സൈറ്റിനകത്ത് ഷോപ്പിഫൈ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഷോപ്പിഫൈയിൽ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 24 മണിക്കൂറിൻ്റെ ഓർഡർ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമറിന് സ്വയം ബ്രൗസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ പേയ്മെൻറ്റ്, ക്യാഷ് ഓൺ ഡെലിവറി, ഡിസ്കൗണ്ട്, കൂപ്പൺസും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇൻവെൻറ്ററി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഡേറ്റ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അബാണ്ടൻറ്റ് കാർട്ട് റിക്കവറി, അതായത് പലര് ചെക്കൗട്ട് വരെ വന്നിട്ടുണ്ടാവും. അതായത് പൈസ പേയ്മെൻറ്റ് ചെയ്യുന്ന വരെ വന്നിട്ട് ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പൈസ ചെയ്യാൻ വരാതിരിക്കുകയാണെങ്കിൽ അവരെ അബാണ്ടൻറ്റ് കാർഡ് എന്നുള്ള രീതിയിൽ ഒന്ന് കിടക്കും. അപ്പോൾ അവരെ നമുക്ക് വീണ്ടും റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും ആമസോണിലൊക്കെ നമ്മൾ പ്രോഡക്റ്റ് ആഡ് ടു കാർട്ട് അടിച്ച് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് അടിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആമസോൺ നമ്മൾ ഓർമ്മിപ്പിച്ച ഒരു മെസ്സേജ് ഇടാറുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴും നമുക്ക് ഓർഡർ വരും. ഇതാണ് വെബ്സൈറ്റിൻ്റെ പവർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ബിസിനസ് വളർന്നു നമ്മൾ മാനുവലി എല്ലാം ചെയ്യാൻ നിൽക്കരുത്. വാട്സപ്പ് ഓട്ടോമേഷൻ, ഓട്ടോ റിപ്ലൈ, അതുപോലെ തന്നെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് ഷോപ്പിഫൈയിൽ ഒരു ഓട്ടോമേഷൻ, ഓട്ടോമാറ്റിക് ഓർഡർ കൺഫർമേഷൻ ചെയ്യുന്ന രീതി, ഇതൊക്കെ നമ്മൾ ഓട്ടോമേഷൻസ് എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇതാണ് സ്കെയിലപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് ഈ ഒരു കാലത്ത് തുടങ്ങണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ഡ്രസ്സ് മാത്രം പോരാ. ഇപ്പോൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ നമുക്കവിടെ ഒരു സിസ്റ്റമാണ് വേണ്ടത്. ഒരു ബ്രാൻഡ് വേണം. നമ്മൾ നല്ല രീതിയിൽ അഡ്വർടൈസിങ് മെറ്റാഡ്സും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. എങ്ങനെയാണ് ഒരു ബിസിനസ് വാട്സപ്പ് ഉപയോഗിക്കണമെന്ന് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഷോപ്പിഫൈയിലൊക്കെ സ്റ്റോർ ബിൽഡ് ചെയ്യണം എങ്ങനെയാണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഷിപ്പിംഗ്, റിട്ടേൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടിരിക്കുക. ഗ്രാജുവലി നിങ്ങൾ ഓട്ടോമേഷനിലേക്ക് പോകുക. ഫുൾ കാര്യങ്ങളും മാനുവലായിട്ട് ചെയ്യാണ്ട് നമുക്ക് ഓട്ടോമേഷൻ യൂസ് ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ബാക്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓർഡർ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തൊട്ട് കസ്റ്റമറിൽ ഓർഡർ വരുന്ന കാര്യങ്ങൾ വരെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഡ്രസ് ബിസിനസ് ഒരു സൈഡിങ് അല്ല, നിങ്ങൾക്ക് ഫുൾ ടൈം ബിസിനസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡ്രസ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള മെറ്റ ആഡ്സ്, ഷോപ്പിഫൈ, ഓൺലൈൻ ബിസിനസ് വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്